വചനസാരം വചനസാരം. മിശിഹായിൽ സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, വചനസാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനത്തിനായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ചില സങ്കടങ്ങളും ദുഃഖങ്ങളും നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. എങ്കിലാണ് വലിയൊരു സന്തോഷം അപ്പുറത്ത് ദൈവം നൽകുന്നത് നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ വചനങ്ങളും ഉപദേശങ്ങളും ലോകം മുഴുവനും എത്തിക്കുവാൻ, സന്ദേശവാഹകർ ആക്കുവാനും യേശു തൻ്റെ ശിഷ്യഗണത്തെ നിയമിക്കുന്നുണ്ട്. എന്നാൽ സാധാരണക്കാരായവർക്ക് അത് മനസ്സിലാകുന്നില്ല. ഈ സമയത്താണ് യേശു വീണ്ടും അപ്രത്യക്ഷമാകുമെന്ന് അവർ ഭയപ്പെട്ടുകൊണ്ട് യേശുവിൻ്റെ സാന്നിധ്യം അവരിൽ നഷ്ടമാകുമെന്ന് അവർ ഓർക്കുന്നുണ്ട്. യേശു അവർക്ക് ശക്തി കൊടുക്കുകയും തൻ്റെ സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും സന്ദേശം ലോകം മുഴുവനും പങ്കിടുവാൻ അവരെ നിയമിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും താൻ എല്ലാ കാലത്തും അവരോടൊപ്പം ഉണ്ടാകുമെന്നും ഭയപ്പെടേണ്ട എന്നും സമാധാനം നിങ്ങളോടുകൂടെ എന്നുമൊക്കെ യേശു അവർക്ക് വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. പലപ്പോഴും സാധാരണക്കാരായ ശിഷ്യന്മാർ അവരുടെ ജ്ഞാനമില്ലാത്ത അവസ്ഥ, യേശുവിൻ്റെ സംരക്ഷണത്തിലും യേശുവിൻ്റെ സ്നേഹത്തിലും കഴിയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ശിഷ്യന്മാർ അത് ലഭിക്കാതെ വരുമ്പോൾ അവർ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. അവർ കലഹം കൂടുന്നുണ്ട്. പലപ്പോഴും അവരുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ലളിതമായ രീതിയിൽ പോലും സ്വർഗീയ രഹസ്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടും അത് തിരിച്ചറിയുവാനായിട്ട് സാധാരണക്കാരായ ശിഷ്യന്മാർക്ക് സാധിച്ചിരുന്നില്ല. നാമും ഇപ്രകാരമുള്ള ഒരവസ്ഥയിലാണ് കടന്നു പോവുക. ദൈവവചനം ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അത് നമ്മെ പലപ്പോഴും ആശയക്കുഴപ്പത്തിൽ ആക്കുന്നുമുണ്ട്. ഭയവും വചനം വായിക്കുവാനുള്ള താല്പര്യക്കുറവും ഉണ്ടാകപ്പെടുന്നുണ്ട്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. ആത്മാവിൽ നിറഞ്ഞപ്പോഴാണ് സാധാരണക്കാരായ ശിഷ്യന്മാർ ദൈവവചനം പ്രഘോഷിക്കുവാൻ തുടങ്ങിയത്. ആത്മാവ് അഗ്നിയാണ്. അഗ്നിയിൽ നാം ബലമുള്ളവരായി തീരും. വചനം പ്രഘോഷിക്കുവാൻ നമുക്ക് കരുത്ത് ലഭിക്കും. അങ്ങനെ ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. യേശുവിൽ ആഴമായി വിശ്വസിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അവൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും അത് മനസ്സിലാക്കിയെടുക്കുവാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വചനസാരം വചനസാരം.